ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബാക്കി ആക്ടിവിറ്റീസ് നോക്കാം. രംഗതയും പഹചാനയും നിറം കൊടുത്ത് മനസ്സിലാക്കി എഴുതാനാണ്, വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് എണ്ണൽ സംഖ്യ പഠിക്കാനാണ്. നമ്മൾ 5 വരെ പഠിച്ചിട്ടുണ്ട്. 1 2 3 4 5 വരെ പഠിച്ചു. ഇനി ചഹ് 7 8 9 10 6 7 8 9 10 ഇതാ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചഹ് 7 8 9 10 6 7 8 9 10. അപ്പം നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് കുറേ എണ്ണങ്ങൾ, ഒരു മാങ്ങ 7 എണ്ണം കൊടുത്തിട്ടുണ്ട്, പക്ഷികൾ 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ ഐറ്റത്തിനും ഓരോ കളറ് നിങ്ങൾ കൊടുക്കണം. മാങ്ങയുടെ കളർ എന്താണോ അത് കൊടുക്കുക, പക്ഷിയുടെ കളർ കൊടുക്കുക, പൂക്കളുടെ, മത്സ്യത്തിൻ്റെ, ചിത്രശലഭത്തിൻ്റെ, അങ്ങനെ നിങ്ങൾ കളർ കൊടുക്കുക. ഓരോന്നിനും ഓരോ കളർ കൊടുത്തിട്ട് എണ്ണങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ചിടിയാണ്. ചിടിയ എത്ര ചിടിയുണ്ട്? 6 ചിടിയുണ്ട്. 6ന് എന്താ പറയുക? ചഹ്. അത് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ചഹ് ചിടിയാം. കണ്ടോ? ചഹ് ചിടിയാം. അടുത്തത് മാങ്ങയാണ്. മാങ്ങ എത്ര എണ്ണം ഉണ്ട്? 7. 7ന് എന്താ പറയുക? സാത്ത്. അത് ഇവിടെ ആമിൻ്റെ താഴെ എടുത്ത് എഴുതുക, സാത്ത്. അടുത്തത് മച്ചലി എന്ന് പറഞ്ഞാൽ മത്സ്യമാണ്. മത്സ്യം എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട് മത്സ്യം. 8ന് എന്ത് പറയും? ആട്ട്. അപ്പോൾ ആ മത്സ്യം എന്ന് എഴുതിയിട്ട് താഴെ ആട്ട് എടുത്ത് എഴുതുക, ആട്ട്. അടുത്തത് എന്താണ്? പൂലാണ്, പൂക്കൾ എത്ര എണ്ണം ഉണ്ട്? 9. 9ന് നൗ. അപ്പോൾ പൂവ് എന്ന് എഴുതിയതിൻ്റെ താഴെ നമ്മൾ നൗ എന്ന് എടുത്ത് എഴുതുക, നൗ. അടുത്തത് തിത്തലിയാണ്. തിത്തലി പറഞ്ഞാൽ ബട്ടർഫ്ലൈ, ചിത്രശലഭം, പൂമ്പാറ്റ. അത് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. അപ്പോൾ തിത്തലിയാം 10 ഇവിടെ നിന്ന് എടുത്ത് എഴുതുക. ഇതാണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റി. 6 7 8 9 10 ഈ എണ്ണൽ സംഖ്യ പഠിക്കുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. ചഹ് 6 7 7 8 8 9 9 10 10. നിങ്ങൾ ആദ്യം ഇത് ഓരോ ഐറ്റത്തിനും കളർ കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. മാങ്ങയ്ക്കൊരു കളറ്, പക്ഷിക്കൊരു കളറ്, മീനിനൊരു കളറ്, പൂക്കൾക്കൊരു കളറ്, ചിത്രശലഭത്തിന് ഒരു കളറ്. ഇനി അടുത്ത് നമ്മൾ ഇതുവരെ പഠിച്ച പാഠത്തിൽ നിന്നുള്ള കുറച്ച് വാക്കുകൾ കണ്ടുപിടിക്കാനാണ്. നോക്കൂ, കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ വർഷ എടുത്തെഴുതാം. വർഷ കണ്ടുപിടിച്ച് താഴേക്ക് എഴുതാനാണ് വർഷ. അടുത്തത് മേണ്ടക്ക് എഴുതാം. മേണ്ടക്ക്, തവള. ആദ്യം വരയ്ക്കുക, മേണ്ടക്ക്. മേണ്ടക്ക് അതും എഴുതി. ഇനി എന്ത് വരുന്നു? ചിടിയ വരാം. ചിടിയ, അത് നമ്മൾ പഠിച്ച വാക്കാണ് അല്ലേ? ചിടിയ. നെക്സ്റ്റ് എന്ത് വരും? ധൂപ്പ്, വെയില്. ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് ധൂപ്പ്. അടുത്തത് ഗിൽഹരി. देखिए ഗിൽഹരി അണ്ണാനാണ് അല്ലേ? ഗിൽഹരി. അടുത്തത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, സ്കൂൾ. നോക്കൂ, സ്കൂൾ, നമ്മുടെ സ്കൂള് തന്നെ, സ്കൂള്. ഇനി ചിങ്കൂർ, ചീവീട് പഠിച്ചില്ലേ? ചിങ്കൂർ. അടുത്തത് ധർത്തി, ഭൂമി. നെക്സ്റ്റ് പിള്ള. ആദ്യത്തെ പാഠത്തിലൊക്കെ പഠിച്ചതാണ് പിള്ള. നായ്ക്കുട്ടിക്ക് പറയുന്നതാണ് പിള്ള അല്ലേ? ഇനി എന്ത് പറയാം? ഘർ, വീട്. ഇനി എന്ത് എഴുതാം? ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതൊക്കെ കണ്ടുപിടിച്ച് എഴുതുക. മോറ്, ഇങ്ങനെ വരച്ചാൽ മോറാവും. മയിൽ.
ഇനി ഏതെങ്കിലും വാക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എഴുതുക. ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതുക. അപ്പം നമ്മളെ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ പാഠം എടുത്തത് ആക്ടിവിറ്റീസ് പറഞ്ഞു തന്നതും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക.